ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു PY സ്ക്രിപ്റ്റിനെ എങ്ങനെയാണ് EXEയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സാധാരണ ഒരു PY സ്ക്രിപ്റ്റിനെ EXEയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം പൈത്തോൺ ഉപയോഗിച്ച് നമ്മളൊരു PY സ്ക്രിപ്റ്റ് വേറെ ഉണ്ടാക്കണം. അതിനുശേഷം നമ്മുടെ കൺവേർട്ട് ചെയ്യേണ്ട PY സ്ക്രിപ്റ്റിന്റെ പാത്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ പോകുന്നു അതിന്റെ പ്രോസസ്സ്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് സമയമൊക്കെ നമുക്കതിന്റെ മുകളിൽ പോയി കിട്ടും. എന്നാൽ ഞാനിവിടെ ഒരു PY2 EXE ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് EXEയിലാണ്. സോ ആ സ്ക്രിപ്റ്റ് യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്കത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്താൽ ഏതാണ്ട് സ്ക്രീൻ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇവിടെ നിന്ന് ബ്രൗസ് ഓപ്ഷൻ എടുത്തതിനു ശേഷം നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട EXE ഇപ്പം ഞാൻ 123.py എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റിനെയാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എവിടേക്കാണോ ഔട്ട്പുട്ട് നൽകുന്നത് ആ ഫോൾഡർ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡീഫോൾട്ടിലുണ്ടാകും. അതിനുശേഷം ഞാൻ ബിൽഡ് EXE ബട്ടൺ അമർത്തുന്നു. ലിറ്ററലി എനിക്ക് ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൊടുത്ത PY സ്ക്രിപ്റ്റിനെ EXEയാക്കി ഈ സോഫ്റ്റ്വെയർ നമുക്ക് നൽകും. അതായത് ഒരു ഇൻസ്റ്റാളേഷനോ അല്ലെങ്കിൽ പൈത്തോൺ ഇൻസ്റ്റാളേഷനോ ഇല്ലാതെ തന്നെ നമുക്കൊരു PY സ്ക്രിപ്റ്റിനെ EXEയാക്കി മാറ്റാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ടൂളുകൾക്കും കസ്റ്റമൈസ്ഡ് ടൂളുകൾക്കും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ടൂളുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ EXE റെഡിയായി നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫോൾഡർ തുറന്നുവരും. അതിനുള്ളിൽ 123 EXE എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ EXE റെഡിയായി കഴിഞ്ഞു.